ബിഗ് ബോസിലെ കുളിസീൻ കണ്ട് വളരെയധികം ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ പ്രതീക്ഷിച്ചത് ഈ ആഴ്ച എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിമൊക്കെ ആയി കളിയൊക്കെ ഒരു ഉഷാറാക്കുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ബിഗ് ബോസ് ഒരു പുതിയ മുദ്രാവാക്യം സ്നേഹം സഹോദര്യം നമ്മളെല്ലാവരും ഒത്തൊരുമയിൽ പോകണം. അങ്ങനെ വീട്ടുകാരും കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം അവിടെ ഒത്തൊരുമയോടുകൂടി താമസിച്ച് ഇതെങ്ങോട്ടാ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ആ പരിപാടിയിൽ നിന്ന് ഒരു മോചനമായി നമ്മൾ ഇരിക്കുമ്പോഴാണ് ഒരു വീഡിയോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ കണ്ട വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യണം, കാരണം നിങ്ങൾക്ക് അറിയണ്ടേ എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പൊ വളരെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വേറൊന്നുമില്ല, സിബിന്റെ ഒരു ലൈവ് ഇപ്പൊ കാണാനിടയായി. അഖിൽ മാലാറിന്റെ ഒരു ലൈവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യം ഒരു വീഡിയോ വരുന്നത്. അതില് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും ഏകദേശം സെയിം ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടായിട്ടൊരു വീഡിയോയിൽ വന്നത്. അതിന് എനിക്ക് കേൾക്കാത്ത തെരുവിളികളില്ല, ചീത്തവിളികളില്ല, എന്തൊക്കെയോ പറയും ആൾക്കാർ വിളിച്ചിട്ട്. പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല, കാരണം ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആളുകൾ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് സിബിൻ ഇട്ട ലൈവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സിബിൻ ആ ലൈവില് പറയാതെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഷോ കഴിയുമ്പോൾ തെളിവുകളോടുകൂടി പറയാമെന്നൊക്കെ പറയുന്ന കുറച്ച് ആളുകൾ. അപ്പോൾ അത് കണ്ടപ്പോ സിബിൻ ഇന്നലെ ഇട്ട ലൈവ് നിങ്ങളിൽ മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിബിൻ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറേ ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ലൈവ് കണ്ടിട്ടുള്ള ആളുകൾ മിക്കവാറും ആളുകൾ കണ്ടിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷെ സിബിൻ ഓരോന്ന് എടുത്തു കാണിച്ച്, കാരണം സിബിൻ മെന്റലി സ്ട്രോങ് അല്ല, സിബിൻ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് സിബിൻ റിക്വസ്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള റീസൺ കൊണ്ടൊക്കെയാണല്ലോ ബിഗ് ബോസ് സിബിനെ എടുത്ത് വലിച്ചെറിഞ്ഞത്. അപ്പോൾ അതുപോലെ അതിലും വേഴ്സായി കാണിച്ച പല കണ്ടസ്റ്റൻസും, അതായത് നമ്മുടെ ജാസേച്ചിക്ക് ഇന്നലെ ഞാൻ ജാസേച്ചി എന്ന് വിളിച്ചത് പറഞ്ഞിട്ട് കുറെ ആളുകൾ എന്താ പറയുക കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു. ഒരു റെസ്പെക്റ്റിൽ പറയുന്നതാന്നേ. അപ്പൊ നമ്മുടെ ജാസ് മോളൊക്കെ അവിടെ കിടന്ന് കരഞ്ഞ് ബിഗ് ബോസ് ഹൗസ് പൊളിച്ചടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സിബിൻ ആ ഒരു പാട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒന്നും കൂടിയും പ്രേക്ഷകരെ കാണിച്ച് ഒരു അടിപൊളി ലൈവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കേൾക്കുന്നത് അത്രമാത്രം തെറിവിളിയാണ് നമ്മുടെ ജാസ്മോളുടെ ഫാൻസ് കേട്ടോ. അപ്പൊ ഞാൻ ചേച്ചിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണം, ചേച്ചിന്ന് വിളിക്കരുത്, മോളെന്ന് വിളിക്കണം. അപ്പൊ നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. എനിക്ക് ഒരു സന്തോഷം തോന്നിയെന്ന് വെച്ചാല് ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്റെ ഫ്രണ്ടിന് എനിക്ക് വേണ്ടി ചോദിച്ച സമയത്ത് റിപ്ലൈ കൊടുത്ത ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോ ഫിറോസ് ഖാന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാൻ ജെനുവിനിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതിൽ പറയുന്നു, ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊന്നും, എന്റെ മോശയിലൊന്നും ഒരു പക്ഷെ ജയിലായിരിക്കും, ഈ താഴേക്കടയിലുള്ള വർക്കേഴ്സിന്റെ അടുത്തൊന്നായിരിക്കും ഇത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാവുക. അല്ലാത്തവരൊക്കെ നല്ലവരാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന കണ്ടു. ആ ഒരു കാര്യം വെച്ച് ബാക്കി എല്ലാ കാര്യവും അക്സെപ്റ്റബിൾ ആണ്. കാരണം ഈ പറഞ്ഞ സിബിന്റെ ലൈവിൽ ചെറുതായി പരാമർശിക്കപ്പെട്ട ആളുടെ വോയിസ് ആണ് എന്റെ ഫോണിൽ കിടക്കുന്നത്. അപ്പൊ അതൊന്ന് പറയണമെന്ന് തോന്നി, അതിനാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാനിപ്പോ ഈ വീഡിയോ കേൾപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം അറിഞ്ഞു, നിങ്ങളെ കേൾപ്പിച്ചു. അല്ലാതെ ആ കുട്ടി വന്ന് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വീക്കെൻഡിൽ വരുന്ന നമ്മുടെ ഹാഫിസിനെ കുറിച്ചാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമുക്കറിയാം എല്ലാ വീക്കെൻഡിലും മോഹൻലാൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 വരും. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ആള് പോകും. ഒരിക്കലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകർ എന്തു പറയണമെന്ന് ആഗ്രഹിക്കുന്നതോ അതൊരിക്കലും ആ മുഖത്തുനിന്ന് നമ്മൾ കേൾക്കാറില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്, എന്താണ് ഇതുപോലെ വന്ന് ഇത്രയും വലിയൊരു ഷോയില്, ഇത്രമാത്രം ആളുകൾ കാണുന്ന ഷോയില് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, ഇത്രയും മാത്രം ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി വിഡ്ഢുവായിത്തരങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഈ ഷോ കണ്ടിട്ട് തന്നെയാണോ ഇതുപോലെയുള്ള കാര്യങ്ങൾ? അങ്ങനെ കുറേ സംശയങ്ങൾ പ്രേക്ഷകരായി നമുക്ക് ഓരോരുത്തർക്കും വരാറുണ്ട്. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ ഇപ്പൊ നമ്മൾ ഈ വോയിസിലൊക്കെ കേട്ടില്ലേ, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹാഫിസ് അണ്ണനില്ലേ, ഹാഫിസ് അണ്ണൻ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ആണ് നമ്മുടെ ലാലേട്ടൻ വന്ന് വായിക്കുന്നത്. ആളുകൾ ചോദിക്കും, എന്താ ഹാഫിസ് ഷോ കാണാണ്ടാണോ ലാലേട്ടന് ഓരോ കാര്യങ്ങൾ എഴുതി കൊടുക്കണേന്ന്. ആള് ഷോ കാണാറുണ്ട്, പക്ഷെ ഷോയില് ഓൺലി എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് നമ്മുടെ ജാസ്മിൻ മോളെ മാത്രമേ കാണാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നാറ്. അല്ലെങ്കിൽ ജാസ്മിൻ മോള് ചെയ്യുന്ന തെറ്റുകൾ കാണാറില്ല. ജാസ്മിൻ മോളെ പൊക്കിപ്പിടിച്ച് പൊക്കിപ്പറയേണ്ട കാര്യങ്ങൾ മാത്രം കൃത്യമായി എഴുതി ലാലേട്ടന് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ആ ആഴ്ചയിൽ ആരെ എങ്ങനെ മോശക്കാരനായി ചിത്രീകരിക്കണം, നമ്മുടെ സിബിനെയൊക്കെ ചിത്രീകരിച്ചില്ലേ, എന്നിട്ട് സിബിനെയൊക്കെ വലിച്ചെടുത്ത് കറിവേപ്പില പോലെ പുറത്തിട്ടില്ലേ, ആ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്ന അണ്ണനാണ്
ഈ ഹാഫിസ് എന്ന് പറഞ്ഞ അണ്ണൻ. അപ്പൊ അണ്ണന്റെ കുൽസിതങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. വോയിസുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ നേരത്തെ കേട്ട വീഡിയോയുടെ തുടർ കഥകൾ ഇനിയും വരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സിബിൻ ഇന്നലെ ലൈവ് വന്നപ്പോൾ സിബിൻ ലൈവ് വന്നതിന് ശേഷം സിബിന് നല്ല ഇഷ്ടം പോലെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസ് കിട്ടുന്ന നമ്മുടെ കമന്റ് ബോക്സും കാര്യങ്ങളും തെറിവിളി തന്നെയാണ് പറയുന്നത്. വെറും ഒരു വീഡിയോ ഇട്ട് ഒരു റിവ്യൂ പറയുന്ന എൻ്റെ കമന്റ് ബോക്സിൽ കിട്ടുന്ന ആളുകൾ എത്രമാത്രം കരഞ്ഞു മെഴുകുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സിബിനെ പോലെ ഇത്രയും വലിയ ഷോയിൽ നിന്ന് ഇത്രമാത്രം ജനപ്രീതി നേടി പുറത്തിറങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് ലൈവ് ഇട്ട് ജാസ്മിനെയൊക്കെ ജാസ്മിൻ ചെയ്യുന്ന കൊള്ളരുതായ്മകള് അല്ലെങ്കിൽ ജാസ്മിനോട് കാണിക്കുന്ന ജാസ്മിന് പ്രത്യേകം ബിഗ് ബോസ് കൊടുക്കുന്ന പരിഗണനകളൊക്കെ എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം തെറിവിളികൾ കേൾക്കേണ്ടി വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാര്യം മലയാളം ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ ഒരു അട്ടർ ഫ്ലോപ്പ് അല്ലെങ്കിൽ നമുക്കറിയാം മഹാ ബോറായി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിന്റെ പിന്നണിയിൽ നിന്ന് കളിക്കുന്ന അണ്ണന്മാര് അവരെ കുറിച്ചുള്ള കഥകള് നമ്മൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയാൻ പറ്റത്തില്ല TRP എവിടം വരെ പോകുന്നു. ഈ മറ്റ് ശരിക്കുള്ള ബിഗ് ബോസ് നിർത്തിയിട്ട് ഇവരുടെ പിന്നാമ്പുറ കളികൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ TRP മുകളിലോട്ട് ശരിക്കും ഉറപ്പായിട്ട് ഉയരും. അതുപോലെയുള്ള കാര്യങ്ങളാണ് അണ്ണന്മാർ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. കാരണം എത്ര നാള് സത്യം മൂടി വെക്കാൻ പറ്റും? അത് മറ നീങ്ങി മുന്നോട്ട് വരിക തന്നെ ചെയ്യും. മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി മുന്നോട്ട് വന്ന് ഒരു സത്യവും വിളിച്ചു പറയാത്ത ഇവന്മാരുടെയൊക്കെ നാറിത്തരങ്ങള് അല്ലെങ്കിൽ ഇവന്മാരൊക്കെ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങള് വിളിച്ചു പറയാത്തത്. ഓഫ് കോഴ്സ് പേടിച്ചിട്ടാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ഭീഷണിയായി തട്ടിക്കളയുന്ന വരെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ പേടി ഉണ്ടായിരിക്കും. ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകളോടൊക്കെയാണ് മത്സരിക്കേണ്ടത്. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്കൊക്കെ അത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒക്കെ റിസ്ക് ഇരിക്കുമ്പോഴും അങ്ങനെ ഒരു വീഡിയോ ഞാനിപ്പോൾ കേൾപ്പിച്ച വീഡിയോ വന്ന് മുന്നോട്ട് വന്ന് പറയാ. ഈവൻ ആ വ്യക്തി തന്നെ മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ കുറേ ഭീഷണികൾ വന്നു എന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതൊക്കെ തുറന്ന് പറയാനായിട്ട് ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. വളരെ ധൈര്യത്തോടു കൂടിയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ മുന്നോട്ട് വന്നാൽ പിന്നെ അയാളെ പേടിപ്പിക്കലായി. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കാര്യം പോക്കാണെന്നും പറഞ്ഞ് പിന്നെ കമന്റ്സ് ആയി നിങ്ങൾ അങ്ങനെ പെടുത്തും ഇങ്ങനെ പെടുത്തും. അപ്പൊ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് തന്നെ ഇരിക്കണം. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും തന്നെ വിചാരിക്കണം. ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടാൽ തന്നെ ഒരു 20,000 കമന്റ് ഇട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിറങ്ങുന്ന ടീംസ് ഉള്ളതാണ്. എന്നാലും ഈ വക കാര്യങ്ങൾ പറയുക തന്നെ വേണം. നമുക്കറിയാം എന്തുമാത്രം കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിൽ 1-2 കണ്ടസ്റ്റൻസിനോട് മാത്രം ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുത്ത് അവരെ എന്ത് തെണ്ടിത്തരം ചെയ്താലും അവരെ ഒന്നും ചോദ്യം ചെയ്യുകയോ ഒരു പണിഷ്മെന്റ് കൊടുക്കുകയോ അവർക്കൊന്നും ഈ എന്താ പറയാ ഷോയിൽ നിന്ന് പുറത്താക്കുക അങ്ങനെ ഒരു പരിപാടിയില്ല. അതിനൊരു വലിയ ഉദാഹരണമാണ് ജാസ്മിൻ. നമുക്കറിയാം എന്തുമാത്രം വൃത്തികേടുകളാണ് ഷോയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു പണിഷ്മെന്റും കിട്ടുകയോ അല്ലെങ്കിൽ ഒരു നിലയ്ക്കും ഈ പറഞ്ഞ വ്യക്തിയൊന്നും ഷോയിൽ നിന്ന് പുറത്തു പോകില്ല. അപ്പൊ എല്ലാവരും ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വ്യക്തികൾക്ക് ഈ ഷോയില് ഒരു പ്രത്യേക സ്പെഷ്യൽ കൺസിഡറേഷൻ ഇൻക്ലൂഡിങ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി പോലും വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. ഇനിയും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളും കാര്യങ്ങളും പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ജിൻഡോനെ അധികം മലയാളം ബിഗ് ബോസ് സീസൺ 6 കാണാറില്ല. ജിൻഡോയുടെ ഒരു കണ്ടന്റും പുറത്തേക്ക് വരാറില്ല. അപ്പോ എന്ത് ചെയ്യണം? ജിൻഡോനെ സ്നേഹിക്കുന്നവർ, ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജിൻഡോനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അത് അവിടെ ജിൻഡോ ഒരു കളിയും ഒന്നും കളിക്കാത്തത് കൊണ്ടോ ജിൻഡോ അല്ലെങ്കിൽ ആ ഷോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത് കൊണ്ടോ അല്ല. അത് അങ്ങനെയാണ്. ക്യാമറമാന് ചില ഭാഗങ്ങൾക്ക് മാത്രമേ ക്യാമറ തിരിക്കാനുള്ള കഴിവുള്ളൂ. അത് അയാൾക്ക് എന്തോ പ്രത്യേക തരം ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റ്, അത് ജിൻഡോ ആണെങ്കിലും മറ്റാരാണെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റിന് തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പൊ ഇവമാരെ ഒന്നും ഉണ്ടല്ല ഈ ഉടായ്പ് ചെയ്ത് ജയിക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കരുത്. മാക്സിമം സപ്പോർട്ടായി നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ തന്നെ നിൽക്കണം. നിങ്ങളുടെ ഇപ്പൊ എന്റെ വീഡിയോ കേട്ടിട്ടുള്ള ഞാൻ കേൾപ്പിച്ച വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.